ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ തുടക്കം. രാത്രി 9 മണിയോടെ സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണ കൊടിയേറുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ മഹോത്സവത്തിന് തുടക്കമാകും. ഗുരുഭവനപുരിയിൽ ഇനി ഉത്സവമേളമാണ്. ആനയില്ലാതെ ഉത്സവം നടത്തിയ കാലത്തെ അനുസ്മരിപ്പിക്കുന്നതിന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കാറുള്ള ആചാരപെരുമയോടെയുള്ള ആനയില്ലാ ശീവേലി രാവിലെ നടക്കും. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് പ്രസിദ്ധമായ ആനയോട്ടവും നടക്കും. രാവിലെ ശീവേലിക്ക് ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് മാറോട് ചേർത്തുപിടിച്ച് കുത്തുവിളക്കിന്റെയും വാദ്യത്തിന്റെയും അകമ്പടിയോടെ നടന്ന് ശീവേലി പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതാണ് ആനയില്ല ശീവേലി. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ദേവസ്വത്തിന്റെ 10 ആനകൾ ആനയോട്ടത്തിൽ അണിനിരക്കും. മുന്നിൽ നിൽക്കുന്ന 3 ആനകളാണ് ഓടുന്നത്. സന്ധ്യയ്ക്ക് 6:30 കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കും. മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന് ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറിയിൽ ധാന്യങ്ങൾ വിതച്ച് മുളയിടും. സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിച്ച ശേഷം ക്ഷേത്രം തന്ത്രി കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ട് നൽകും. കാഴ്ച ശീവേലിക്ക് പ്രഗത്ഭരുടെ മേളം അരങ്ങേറും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താത്കാലിക സ്റ്റേജുകളിലുമായി വൈവിധ്യമുള്ള കലാപരിപാടികൾ നാളെ മുതൽ അരങ്ങേറും. നാളെ കൊടിയേറ്റത്തിന് ശേഷം കലാമണ്ഡലത്തിന്റെ കഥകളിയാണ്. 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടിനും ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.